ഇന്ന് കോടതി എടുത്തു ചോദിച്ച കാര്യമാണ് ദിവിഷ് ഇപ്പോൾ പറഞ്ഞത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് നേരെ മുന്നിലല്ലേ ആ സ്റ്റേജ് കെട്ടിയിരുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ പോലീസിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹാജരായ CIക്ക് പറയാനുണ്ടായിരുന്നത് ആ സംഘാടകരോട് ഇത് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ തയ്യാറായില്ല. അവിടെ പോലീസ് ആ സ്റ്റേജ് പൊളിക്കാൻ പോയാൽ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, അതുകൊണ്ട് പൊളിച്ചില്ല എന്നതാണ്. അവിടെയാണ് കോടതി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ജോലി എന്ത്? പോലീസിന്റെ ചുമതല നിർവഹിക്കണം. അതായത് പൊതുനിരത്ത് ഒരാൾ കയ്യേറി പന്തലിട്ടാൽ ആ പന്തൽ പൊളിച്ചു നീക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നതാണ് കോടതി ചോദിച്ചത്. കൃത്യമായ ചുമതല നിറവേറ്റണം. അവിടെ ഇപ്പോൾ CI കോടതിക്ക് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഈ പരിപാടിയുടെ ജനറൽ കൺവീനറായ CPM നേതാവ് P ബാബുവിനോട് ഈ പന്തൽ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നതാണ്. എന്നാൽ അതിനപ്പുറത്ത് പോലീസിന് ചെയ്യാൻ പലതും ഉണ്ടായിരുന്നു. കാരണം ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ട്, പാതയോരത്ത് പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ നടത്താൻ പാടില്ല. അതിന് കൃത്യമായ നിയന്ത്രണങ്ങൾ കോടതി ഒന്ന് തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീ ജയശങ്കർ ടെലിഫോണിലുണ്ട്. ശ്രീ ജയശങ്കർ, അങ്ങ് നമ്മൾ അന്ന് ഈ സംഭവം ഉണ്ടാകുന്ന സമയത്തും അങ്ങയുടെ പ്രതികരണം തേടിയതാണ്. ഇപ്പോൾ കോടതിയിൽ നിന്ന് കണക്കിന് വാങ്ങിക്കുകയാണ് പോലീസ്. അവരുടെ കൺമുന്നിൽ ഒരു നിയമലംഘനം നടന്നിട്ടും അതറിയാത്ത വണ്ണം 4 പോലീസുകാരെ നിർത്തി സ്കൂൾ ബസ്സുകളെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ടേക്ക് വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയ പോലീസ് ഇപ്പോൾ കോടതിയിൽ നിന്ന് കേൾക്കുകയാണ്. എന്താണ് ഓരോ കാര്യവും അക്കമിട്ട് കോടതി ചോദിക്കുകയാണ് പോലീസിനോട്. അല്ല, കോടതിയുടെ ധാർമ്മിക രോഷം എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അതിനോട് എനിക്ക് തീർച്ചയായിട്ടും അനുഭാവവും കോടതി ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. പക്ഷെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കോടതിയിൽ നിന്നൊന്നുകൂടി ആലോചിച്ചാൽ കിട്ടും. കാരണം ഇവിടെ പങ്കെടുത്ത് യോഗം നടത്തിയത് പ്രതിപക്ഷ പാർട്ടിയാണ്, അല്ലെങ്കിൽ 4, 3, 6 ആൾ പോലും ഇല്ലാത്ത പാർട്ടിയാണെങ്കിൽ പോലും പോലീസിന് പൊളിക്കാൻ പറ്റുകയില്ല. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ശക്തി എന്ന് വെച്ചാൽ അത്ര ഭയങ്കരമാണ്. അതുകൂടാതെ ഇത് ഭരിക്കുന്ന പാർട്ടിയാണ്, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പാർട്ടിയാണ്, ഭരണ കേന്ദ്രത്തിന്റെ തൊട്ടടുത്താണ്, കോടതിയുടെ മുമ്പിലാണ്. AKG സെന്റർ എന്ന് പറഞ്ഞ ഇവരുടെ പാർട്ടിയുടെ ഓഫീസിന്റെ അടുത്താണ്. ഇത്രയും 3 പ്രധാനപ്പെട്ട ശക്തി ദുർഗങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി നടക്കുമ്പോൾ പോലീസുകാർക്ക് ഇതിൽ ഇടപെടുന്നതിനൊക്കെ ഒരുപാട് പരിധിയുണ്ട്. ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കോ DYSPക്കോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഉദ്യോഗസ്ഥനോ അവിടെ പോയിട്ട് ആ പന്തൽ പൊളിക്കാൻ പറ്റുകയില്ല. നമുക്കറിയാലോ, ഇതൊന്നും പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല. ഇത് ഈ പന്തൽ ഇട്ട ആളുകളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവരറിയാത്ത ആളുകളൊന്നുമല്ലല്ലോ, രാജ്യം ഭരിക്കുന്ന ആളുകൾ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ പരാജയം സംഭവിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. ശരിയാ, അങ്ങ് സൂചിപ്പിച്ചതാണ്. പോലീസുകാരൊരു അവരുടെ ഒരു നിവൃത്തികേട് എന്നുകൂടി പോലും പറയണം. കാരണം അവരൊരു കർശനമായി നിയമപരമായ ഒരു നടപടി എടുക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്തൊക്കെയാണ് അവരവരുടെ കരിയറിൽ നേരിടേണ്ടി വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കി ഉചിതമായ യുക്തിയോടെ, അല്ലെങ്കിൽ ജനങ്ങളുടെ സമക്ഷം ഇത് ഞങ്ങൾ ചെയ്യുന്ന മര്യാദയാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉടനടി തിരുത്താനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കാമായിരുന്നു. ഇനിയെങ്കിലും അത് കാണിച്ചാൽ അല്ലേ? അല്ല, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് തന്നെ ചൈത്ര തെരേസ ജോൺ എന്ന് പറഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു 4 കൊല്ലം മുമ്പ്. അവർ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏതോ പ്രതിയെ അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആനാവൂർ നാഗപ്പനും മറ്റുമൊക്കെ നടത്തിയ ചവിട്ടുനാടകം നിങ്ങൾക്ക് ഓർമ്മയില്ല? ആ ലൈബ്രറിയിൽ നോക്കിയാൽ അതിന്റെ വിഷ്വൽസ് കിട്ടും. അതുപോലത്തെ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. അതാണ് തിരുവനന്തപുരത്ത് ഭരണ കേന്ദ്രമായ സ്ഥലത്ത് ഒരു IPSകാരിയായ ആ ചൈത്ര തെരേസ ജോണിനെ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ പാവപ്പെട്ട KPSകാരുടെ, അതും ഇൻസ്പെക്ടർമാരുടെയും കോൺസ്റ്റബിൾമാരുടെയൊക്കെ തലയിലെടുത്ത് എന്തായിരിക്കും? അവർ അടുത്തതിന്റെ പിന്നത്തെ ആഴ്ച ശമ്പളം മേടിക്കുന്ന മഞ്ചേശ്വരത്തിനടുത്ത് ഉപ്പള അല്ലെങ്കിൽ കാർക്കള എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങൾ, അവിടെ പോയി ജോലി കണ്ടിട്ട് വരും. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവര് കേസുമായിട്ട് വന്ന ഹൈക്കോടതി തന്നെ സ്ഥലം മാറ്റം ജോലിയുടെ അനിവാര്യ ഘടകമാണെന്ന് പറഞ്ഞാൽ തള്ളുകയും ചെയ്യും. ഇതിനുള്ള ഘടകങ്ങളൊക്കെ നമ്മൾ ആലോചിക്കട്ടെ. ഈ പാവപ്പെട്ട പോലീസുകാർ പറഞ്ഞ് കൃത്യമാണ്. പോലീസിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുമ്പോൾ പോലീസിന് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ശ്രീ ജയശങ്കർ.